മഹത്വപ്പെടുമാറാകട്ടെ. യഹോവ ജയില ഓൺലൈൻ മിനിസ്ട്രിയിലൂടെ എനിക്കും ആദ്യമായിട്ട് ഈ യോഗത്തിൽ പങ്കാളിയാകുവാൻ ദൈവം അവസരമൊരുക്കി. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ കൂടിവരവിൽ വളരെ മനോഹരമായ ആത്മനിറവിൽ ദൈവത്തെ പാടി ആരാധിക്കുന്ന ഒരു അനുഭവം പ്രാരംഭത്തിൽ തന്നെ ഉണ്ടായി. സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയ ജോയ്സ് ആൻഡി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീതരായിട്ടുള്ള ദൈവദാസന്മാർ, മറ്റ് ദൈവമക്കളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുകയാണ്. കോവിഡിന്റെ ഒരു കാലഘട്ടത്തിന് ശേഷം, ഒരു ദീർഘകാലത്തിന് ശേഷമാണ് മറ്റൊരു ഗ്രൂപ്പിൽ ഇതുപോലെ തിരുവചനം ശുശ്രൂഷിക്കാനുള്ള അവസരമുണ്ടാകുന്നത്. നന്ദിയോടെ ഞാൻ അത് ഓർക്കുകയാണ്. സ്തോത്രം. പ്രിയ ജയാന്റിയും ഇതിൽ ജോയിൻ ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിചയമുള്ള മുഖങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും കർത്താവിൽ ക്രിസ്തുവിൽ നാം എല്ലാവരും ആമേൻ ഒരു ഒറ്റ കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകുന്നവരാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ജോയ്സ് ആൻഡിയെ പരിചയപ്പെടുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അവസരമൊരുക്കി. പെന്തക്കോസ്ത് ഐക്യവേദി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായി വാത്സല്യ ആന്റിയെ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന IPC അട്ടപ്പാടി സെന്ററിൽ പാലക്കാട് ഒലവക്കോടുള്ള സഭയിൽ പ്രിയ ദേവദാസി കടന്നു വരികയും വളരെ ആത്മനിറവിലുള്ള ഒരു ശുശ്രൂഷ അവിടെ പങ്കുവഹിക്കുകയുണ്ടായി. മാത്രമല്ല, കണ്ട മാത്രയിൽ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഇവിടെയുള്ള ദേവദാസന്മാരും ദൈവമക്കളും ആയിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ദേവദാസിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഒരു ദീർഘകാലത്തെ ബന്ധം ചില മണിക്കൂറുകൾ കൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു. ആ ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ പിന്നെയും ഈ സെന്ററിൽ ഞങ്ങളുടെ സെന്റർ പാസ്റ്റർ ആയിട്ടുള്ള സഞ്ജയ് മത്തായി അവറുകൾ ഈ സെന്ററിലെ യോഗങ്ങളിലൊക്കെ ക്ഷണിക്കുകയും വാത്സല്യ ദേവദാസി കടന്നു വന്ന് ശുശ്രൂഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് പ്രിയ ദേവദാസിയും ഫാമിലിയുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള അവസരം കർത്താവ് ഒരുക്കി. ഞങ്ങൾ കണ്ട ആ സമയത്ത് ഞാൻ ദേവദാസിയോട് ഓർപ്പിക്കുകയുണ്ടായി, നാട്ടിൻ പ്രദേശത്ത് ധാരാളം യോഗങ്ങളും കൂട്ടായ്മകളും പരസ്യ യോഗങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അവിടെയുള്ള വഴിയോര കച്ചവടക്കാർക്ക് പോലും ഒരു 10 മിനിറ്റ് കൊടുത്താൽ പരസ്യവും പ്രസംഗിക്കാൻ അറിയാവുന്നവരാണ്. കാരണം ധാരാളം പ്രസംഗങ്ങളും യോഗങ്ങളും ഒക്കെ കേൾക്കുന്നവരാണ്. എന്നാൽ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിരളമായി ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടക്കാറുള്ളൂ. അട്ടപ്പാടിയിൽ പോലും പരസ്യയോഗങ്ങൾ പുറത്തുനിന്നൊക്കെ ആളുകൾ വരുന്നെങ്കിലും ഇവിടെ പ്രധാനപ്പെട്ട ടൗണുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോകും, പരസ്യവും നടത്തി മടങ്ങിപ്പോകും. എന്നാൽ കടന്നു ചെല്ലാൻ പറ്റാത്ത ധാരാളം സ്ഥലങ്ങൾ, ആരും അധികം കടന്നു ചെന്നിട്ടില്ലാത്ത ധാരാളം സ്ഥലങ്ങൾ ഈ അട്ടപ്പാടിയിലുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ ഒന്ന് കടന്നു വന്ന് ഞങ്ങളോട് ഒരുമിച്ച് അല്പ സമയമൊക്കെ ചെലവഴിക്കണം. ഞങ്ങളുടെ ഈ മലബാർ അല്ലെങ്കിൽ അട്ടപ്പാടി പോലുള്ള ഈ ദേശങ്ങളിൽ, മലബാർ എന്ന് പറയുമ്പോൾ മലബാറിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു നോർത്ത് ഇന്ത്യൻ പ്രവർത്തനത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടും സാഹചര്യവുമുള്ള ഒരു പ്രദേശത്താണ് അട്ടപ്പാടിയിൽ ഞങ്ങളായിരിക്കുന്നത്. മലയാളികളായിട്ടുള്ള ആളുകളോട് അട്ടപ്പാടി എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഗ്രൂപ്പിൽ തന്നെ അറിയാൻ പാടില്ലാത്തവരുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അട്ടപ്പാടി കേരളത്തിലാണെന്ന് അറിയാം, ചിലര് ഭൂരിഭാഗം ആളുകൾ വയനാടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം വയനാടല്ല. ഈ ട്രൈബൽ മേഖല ആയതുകൊണ്ട് അങ്ങനെ ഒരു മുൻവിധി ആയിരിക്കാം. എന്നാൽ പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ്. ഒരു ജില്ലയോളം വലിപ്പമുള്ള, ഇപ്പൊ താലൂക്കായിട്ട് പ്രഖ്യാപിച്ചു, ട്രൈബൽ താലൂക്കായിട്ട് പ്രഖ്യാപിച്ചു.
അപ്പം ഒരു ജില്ലയോളം വലിപ്പമുള്ള ഈ അട്ടപ്പാടി ദീർഘകാലമായിട്ട് ഇവിടെ വസിക്കുന്ന ആളുകൾ പോലും അട്ടപ്പാടിയുടെ നല്ലൊരു ഭാഗങ്ങൾ കണ്ടിട്ടില്ല. കാരണം അത്രമാത്രം ആ ഏരിയകളാണ്, ആ വാഹനത്തിന്റെ അസൗകര്യങ്ങളുള്ള ഏരിയകൾ, കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകൾ. ഇങ്ങനെയുള്ള ഈ ഒരു ഏരിയയിൽ കർത്താവിന് വേണ്ടി ഞങ്ങൾക്കിവിടെ, ഞാനിവിടെ ഈ മെയ് മാസം ആകുമ്പോൾ 18 വർഷം അട്ടപ്പാടിയിൽ എൻ്റെ ഈ യൗവനകാലത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഈ മെയ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 19ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒത്തിരി സഭകളൊന്നും ഈ സെന്ററിൽ ഞാൻ മാറിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ 2ാമത്തെ സഭയാണ്. സ്തോത്രം. ഞാൻ ആദ്യം ഇരുന്ന സഭയിൽ ഒരു അട്ടപ്പാടിയിൽ പ്രിയ ജയാന്റിക്കൊക്കെ അറിയാം, ഏറ്റവും ഒരു മലയുടെ മുകളിൽ മേലെ കണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 5 വർഷം ശുശ്രൂഷിക്കുവാൻ എൻ്റെ ബൈബിൾ പഠനാനന്തരം അവിടെയാണ് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നത്. മെയിൻ റോട്ടിൽ നിന്നൊരു 3-4 കിലോമീറ്റർ ഒരു മല കയറണം. 3-4 കിലോമീറ്റർ മല കയറുക എന്ന് പറഞ്ഞാൽ ഒരു മല തന്നെയാണ്. ആ ഒരു മല കയറിയിട്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ എത്തിപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. ഞാനങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ ഉള്ള ഡ്രസ്സ് വൃത്തിക്ക് പോകണമെന്ന് ഞങ്ങളുടെ സാർ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ദാരിദ്ര്യം നമ്മൾ ആരും കാണിക്കാൻ പാടില്ല, നമ്മുടെ ഇല്ലായ്മ ആരോടും കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ആ മല കയറുന്ന സന്ദർഭത്തിൽ എന്നോട് പല പ്രിയപ്പെട്ടവരും ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർക്ക് ഒരു ബൈക്ക് എടുത്താൽ എന്താണ് കുഴപ്പം, ഇങ്ങനെ ഈ നടന്നിങ്ങനെ വിഷമിച്ച് പോകണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുകയുണ്ടായി, അതിനൊക്കെ ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ദേശങ്ങളിലൊക്കെ, ആ പ്രദേശത്ത് 5 വർഷം ആ സഭയിൽ ഇരിക്കാനായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ നേരത്തെ എത്താൻ പറ്റാത്ത സൺഡേയിൽ രാവിലെ വന്നാൽ ആ മല കയറിയാൽ നമ്മുടെ കിതപ്പ്, നമ്മുടെ ആ പ്രാർത്ഥന തീർന്നാലും തീരത്തില്ല. അത്രയും നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഒന്ന് നടന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരിക്കൽ ഒരു ടീം ഇതുപോലെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അട്ടപ്പാടിയുടെ ആ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കി വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരു ടീം വരികയുണ്ടായി. അങ്ങനെ ആ മലയൊക്കെ അവർ കയറി. പിന്നെ അവരെ കണ്ടിട്ടില്ല. സ്തോത്രം. കാരണം അത്രമാത്രം കയറ്റം കയറിയൊക്കെ പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രിയ ജയാന്റി മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. അവർക്ക് ഇരിക്കുന്ന ആ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ തണുപ്പുള്ള, മഴക്കാലങ്ങളിൽ അവിടെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നത് വളരെ മഴ സീസണിൽ മഞ്ഞും കോടയും. നമുക്ക് അത് ഒരുപക്ഷെ നിങ്ങളൊക്കെ അട്ടപ്പാടി കണ്ടിട്ടുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. എന്നാൽ അവിടെയൊക്കെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു നോർത്ത് ഇന്ത്യൻ പ്രവർത്തനത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളുള്ള ഈ ദേശത്ത് ഇവിടെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് കർത്താവ് അത്രമേൽ ദർശനം കൊടുത്തവർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ വലിയ കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പറ്റം ദേവദാസന്മാർ കുടുംബമായി കർത്താവിന്റെ വേല ഇവിടെ ചെയ്യുകയാണ്. കൊല്ലത്തുനിന്നൊരു ദേവദാസൻ സ്ഥലം മാറി അട്ടപ്പാടിയിൽ വന്ന് സഭാ ഹാളിന്റെ മുറ്റത്ത് വന്ന് ആ വണ്ടി ഓഫ് ചെയ്യണ്ട, അതങ്ങനെ തന്നെ വണ്ടി തിരിച്ച് കൊല്ലത്തിന് പോയി. കാരണം ഒരു ചുരം കയറി വന്നപ്പോ തന്നെ അട്ടപ്പാടിയിൽ പ്രവർത്തിക്കണമെന്നുള്ള കാഴ്ചപ്പാട്, ആ വീര്യമൊക്കെ ചോർന്നു പോയി. അപ്പോ ആ സഭയുടെ സാഹചര്യം, അവിടുത്തെ സിറ്റുവേഷനെ കണ്ടപ്പം കൊല്ലം പോലുള്ള ജില്ലയിൽ നിന്നൊക്കെ ടൗണിൽ നിന്ന് കടന്നു വന്ന ആ ദേവദാസൻ അങ്ങനെ തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങൾ കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ പ്രവർത്തനത്തിന്റെ, ഇപ്പോൾ ജോയ്സി ആന്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഈ അട്ടപ്പാടിയുടെ ഞങ്ങളുടെ സഭകളൊക്കെ ഇനിയും ഒന്ന് കാണണം, ഒന്ന് കണ്ടു കേട്ട് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു പോകും. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. കഴിഞ്ഞ ദിവസം ഈ ജോയ്സ് ആന്റിയുടെ നേതൃത്വത്തിൽ കടന്നു വന്ന ഒരു ടീം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വൺ ഡേ മീറ്റിംഗ് ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നും അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. ഒരു പുകഴ്ചയ്ക്ക് പറയില്ല. എന്റെ സഭയിൽ ഒരു ആന്റി വന്നിട്ട് പറഞ്ഞു, വന്നവരെല്ലാം നല്ല സ്നേഹമുള്ളവരായിരുന്നു പാസ്റ്ററെ എന്ന് പറഞ്ഞു. റോസമ്മ എന്ന് പറയുന്ന ഒരു ആന്റി ഇന്നുമായിട്ട് ഞങ്ങളുടെ സഭയിൽ പകൽ പ്രയർ ഉണ്ടായിരുന്നു. അവരെല്ലാം നല്ല സ്നേഹമുള്ളവരായിരുന്നു. ആ മാതാവ് തന്റെ മരുമകനോടും പോയി പറഞ്ഞു, അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണ്, ആമേൻ, ഇതുപോലെ വ്യത്യസ്ത
ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ടീം കടന്നു വന്നു. അവരുടെയൊക്കെ സ്നേഹം ആ വളരെ ഞങ്ങൾ അനുഗ്രഹമായിരുന്നു. അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത നല്ല ഓർമ്മകൾ, നല്ല ശുശ്രൂഷകൾ പ്രിയ മക്കളിലൂടെ കാണാനും വഹിക്കുവാനും ഒക്കെ ദൈവ അവസരങ്ങൾ ഒരുക്കി. അതെല്ലാം നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. സ്തോത്രം. വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഒക്കെ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് ദൈവം ബലം തരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പോകാൻ അവസരമുണ്ടായിട്ടും ഇന്നും ഇവിടെ നിൽക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം തന്ന ദർശനം ഒന്നു മാത്രമാണ്. സ്തോത്രം. അതല്ല എങ്കിൽ അട്ടപ്പാടി പോലുള്ള ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, ദൈവം ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. സാധ്യതയുള്ള ഒരു മേഖലയിൽ നിന്ന് ഒരു വിടുതലുണ്ടായാൽ അത് വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നത്തില്ല. എന്നാൽ യാതൊരു സാധ്യതയുമില്ലാത്ത അട്ടപ്പാടി പോലുള്ള മേഖലകളിൽ ഒരു ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അത് അക്ഷരീകമായി ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് തന്നെ ഒരു ഉറച്ച ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആമേൻ. സ്തോത്രം. ഞാൻ ഇവിടെ സൂക്ഷിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം അതെല്ലാം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. വിശ്വാസം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു. എൻ്റെ വൈഫിന്റെ ഡെലിവറി സമയത്ത് ഒരു ഹോസ്പിറ്റൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഞാൻ കുറച്ച് പൈസ ഒക്കെ സമാഹരിച്ചു. എന്നാൽ പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആകേണ്ടി വന്നു. എൻ്റെ വൈഫിന്റെ ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറിയുള്ള ബന്ധത്തിൽ. അപ്പൊ എൻ്റെ കയ്യിലുള്ള ഒരു 10-15,000 രൂപ ഞാൻ കൂട്ടിവെച്ച് ഒരു നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ ചിന്തിച്ച്, എന്നാൽ ഡെലിവറിയുടെ ഡേറ്റിന് ഒരു 3-4 ദിവസം മുമ്പ് പെട്ടെന്ന് അഡ്മിറ്റ് ആകേണ്ടി വന്നു. അത് നിമിത്തം ഒരു കുറച്ച് പൈസ അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വന്നു. വെറും 4,000 രൂപയായിട്ട് ഞാൻ ദൈവമാണല്ലോ, കർത്താവാണല്ലോ വിളിച്ചത്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ആ പണം എടുത്ത് ആ നിസ്സാര പൈസ കൊണ്ട് എങ്ങനെയായാലും നോർമൽ ഡെലിവറിക്ക് ഒരു 30,000 രൂപ ആകുന്ന ഒരു ഹോസ്പിറ്റലിൽ, അൽമ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ മണ്ണാർക്കാട് പോവുകയുണ്ടായി. സ്തോത്രം. ഉയരങ്ങളിലേക്ക് നോക്കി വിശ്വാസത്താൽ ആ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. സ്തോത്രം. ഈ ഗൂഗിൾ പേ പോലുള്ള സംവിധാനങ്ങളൊക്കെ അന്ന് തുടങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ സാധ്യതകളൊക്കെ ചുരുക്കം പറഞ്ഞ് ആര് വിളിച്ചാലും പെട്ടെന്നൊരു സാധ്യതകളൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ദൈവമാണ് ഈ ദേശത്ത് ശുശ്രൂഷയ്ക്ക് അയച്ചതെങ്കിൽ കർത്താവ് ആ വിഷയത്തിന്മേൽ പരിഹാരം അയക്കും. ഞാനിത് പറയുമ്പോൾ എൻ്റെ മാതാവ് തൊട്ടപ്പുറത്തെ റൂമിൽ ഒരു ചെറിയ ആക്സിഡന്റ് ഒക്കെ ആയി പ്ലാസ്റ്റർ ഇട്ട് കിടപ്പുണ്ട്, കേൾക്കാൻ കഴിയും. എൻ്റെ അനിയൻ പറഞ്ഞു, ഇവൻ എന്ത് കണ്ടിട്ടാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നത്? ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് അത്ര സംവിധാനങ്ങൾ പോരാ, കുറച്ച് ഇൻസിഡന്റുകൾ അവിടെ ഉണ്ടായി, ഒരു പേടി കൊണ്ടാണ് പോകാതിരുന്നത്. സ്തോത്രം. അത്ര ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യാതിരുന്നത്. എന്നാൽ എൻ്റെ അനിയൻ പറഞ്ഞു, ഇവൻ എന്ത് കണ്ടിട്ടാണ് അവിടെയൊക്കെ പോയി അഡ്മിറ്റ് ആകുന്നത്? എൻ്റെ പല കുടുംബക്കാരും ഒക്കെ ഇങ്ങനെ അതിശയത്തോടെ നോക്കി. എന്നാൽ ഞാൻ പറയട്ടെ, ഹോസ്പിറ്റലിൽ എനിക്ക് 10-30,000 രൂപ ചെലവാകുകയും തിരിച്ചു പോരുമ്പോൾ ഒരു 22,000 രൂപ ഞാൻ ആ ഹോസ്പിറ്റലിന്റെ ഒരു ആരും കാണാത്ത റൂമിൽ കയറി ഞാൻ ആ പണം എണ്ണി നോക്കിയപ്പോൾ 22,000 രൂപ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു. സ്തോത്രം. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ദൈവപ്രവർത്തികൾ ഈ ദേശത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരടി ഉറച്ച വിശ്വാസമുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇതിനേക്കാൾ 2 കുടുംബം കൂടുതലുള്ള സഭകളിലൊക്കെ പോകാൻ സജി പാസ്റ്റർ, വിജയാന്റിയുടെ ഹസ്ബൻഡ് സജി പാസ്റ്റർക്കൊക്കെ ഞങ്ങൾക്ക് പറ്റാത്ത കൊണ്ടല്ല, പക്ഷേ അങ്ങനെ ഒരു മാനുഷികമാകുന്ന ദൃഷ്ടികൾ അവൻ ഉയർത്താതെ ആത്മകണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് വേല ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ ഈ നിലയിൽ പറഞ്ഞാൽ നമ്മൾ പാപ്പരസം പറയുവാണെന്ന് തോന്നുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത്തരത്തിൽ നിരവധി ദൈവപ്രവർത്തികൾ കാണാൻ ദൈവം ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഈ സഭയിൽ ചാർജ് എടുക്കുന്ന സന്ദർഭത്തിൽ ഈ സഭയുടെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമായിരുന്നു. ഞാൻ എൻ്റെ സഭയിൽ പറയും, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ഒരു 10 കുടുംബം, ഒരു 10-22 പേരെ എൻ്റെ സഭയിൽ ഒരു ഞായറാഴ്ച കൂടാനുള്ളൂ. സ്തോത്രം. ഞാൻ അവരോട് പറയും, ഇപ്പൊ നിങ്ങൾക്ക് സീലിംഗ് ഒക്കെ ഇട്ടത്, ഈ ഹോള് തേച്ചതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വരുന്ന ചാർജ് എടുക്കുന്ന സമയത്ത് ഈ ഹോൾ ഉരുണ്ട് താഴെ വീഴുന്ന രീതിയിലാണ്. പഴയ വാരി, പഴയ ഓടും ഒക്കെ ആയിട്ട്
ഇതിങ്ങനെ ചെതൽപുറ്റൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ ഒരു 5-6 കിലോ ചെതൽ തന്നെ എല്ലാ ആഴ്ചയിലും കിട്ടും. അപ്പൊ എല്ലാ ആഴ്ചയിലും ഇതിങ്ങനെ ക്ലീൻ ചെയ്താൽ ഒരുപക്ഷെ ഉരുള താഴെ വീഴുന്ന ഒരു പരുവത്തിൽ ഞാൻ അന്നും വന്ന് പറയാറുണ്ട്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയും, നമ്മുടെ കരങ്ങളിൽ ഇല്ലെങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. ഞങ്ങൾ എത്ര പിരിവിട്ടാലും ഒരു 15,000 രൂപ അങ്ങ് അറ്റം പോയ ഒരു 20,000 രൂപ ഇടാൻ പറ്റുമായിരിക്കും. അതും മാക്സിമം ആണ്. എന്നാൽ ദൈവം അത്ഭുതം ചെയ്തു. ഈ ഹോള് തേക്കാനും ഇത് ഉയർത്തുവാൻ സീലിംഗ് ചെയ്യാനും എല്ലാം ഒത്തിരി ദൈവപ്രവർത്തികളുണ്ടായി. സ്തോത്രം. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സെമിത്തേരി ഇല്ലായിരുന്നു, ഒരു മലയുടെ മുകളിലായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് അല്പ സ്ഥലം വാങ്ങി അവിടെ സെല്ലുണ്ടാക്കണം, ഈ ടൗണിൽ തന്നെ ഇത് ഉണ്ടാകണം. ജയാന്റിക്കൊക്കെ അറിയാം. അതൊരു വലിയ മിറാക്കളായിരുന്നു, വലിയ മിറാക്കളായിരുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് ഈ സഭാ ഹോള് പണിയാൻ സ്ഥലം വിട്ടു തന്നത് ഈ സഭയിലെ ആദ്യകാല ഒരു ഈ സഭയുടെ പ്രാരംഭത്തിലുണ്ടായിരുന്ന ഒരമ്മച്ചിയാണ്. ആ അമ്മച്ചി വിശ്വാസത്തിന് വേണ്ടി തീക്ഷ്ണമായി നിന്നൊരു മാതാവാണ്. അവരിവിടെ വളരെ സമ്പന്നതയോടുകൂടി ജീവിച്ചൊരു മാതാവും ഒക്കെ ആയിരുന്നു. ആദ്യം 3 സെന്റ് സ്ഥലം തന്നു, പിന്നെ 7 സെന്റ് സ്ഥലം അങ്ങ് തന്നു. അങ്ങനെ 10.25 സെന്റ് സ്ഥലം ഈ സഭയ്ക്ക് ഇവിടെ ഉണ്ടായി. അതൊക്കെ അവര് കർത്താവിന് വേണ്ടി കൊടുത്തതാണ്. അന്ന് 25 സെന്റ് സ്ഥലം ഗൂളിക്കട ഒരു മലയുടെ മുകളിൽ സെമിത്തേരിക്ക് വേണ്ടി അവർ തന്നിരുന്നു. 25 സെന്റ് സ്ഥലം സെമിത്തേരിക്ക് വേണ്ടി തന്നിരുന്നു. സ്തോത്രം. എന്നാൽ ഒരു ബോഡി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയാൽ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതിന് വീഴും, ബോഡിയും താഴെ വീഴും. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ അടുത്ത കാലത്ത് ഉണ്ടായി. ആ ബോഡി കൊണ്ട് പോകുമ്പോൾ ആ ബോഡിക്കകത്തിരുന്ന ആള് ആ ബോഡി സഹിതം പെട്ടി സഹിതം മറിഞ്ഞ് വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ബാലൻസ് തെറ്റാതെ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് ആ ടോപ്പിൽ എത്താനായിട്ട് കഴിഞ്ഞത്. അപ്പൊ 25 സെന്റ് സ്ഥലം. എന്നാൽ ഇന്ന് ആ സ്ഥലം തന്ന ആ മാതാവിന്റെയും പിതാവിന്റെയും മകൻ ഇന്നൊരു 80 വയസ്സുണ്ട്. ആ മകൻ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് എന്നോട് ഈ അടുത്ത കാലത്ത് പറയുകയാണ്, അപ്പൊ ഞാൻ സഭയിൽ പറയും, നമുക്ക് സെല്ലും ഒരു അല്പ സ്ഥലവും വാങ്ങാൻ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും. അപ്പോൾ ഇപ്പൊ ഇരിക്കുന്ന മകൻ 19 വയസ്സുണ്ട്. ആ മകന്റെ മാതാപിതാക്കൾ തന്നതാണ് 25 സ്ഥലം. ഒരു സുപ്രഭാതത്തിൽ ജീവിച്ചിരിക്കുന്ന മകൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഞങ്ങൾ അന്നേരം 9ഓളം ബോഡിയോടെ അടക്കിയിട്ടുണ്ട്. അന്നേരമാണ് ഈ അടുത്ത കാലത്ത് 2 വർഷം മുമ്പ് ഈ ജീവിച്ചിരിക്കുന്ന മകൻ, അവര് വിശ്വാസിയാണ്, അദ്ദേഹം പറഞ്ഞു ഇനി അവിടെ ആരെ അടക്കരുന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ആകെ അങ്ങോട്ട് അപ്സെറ്റ് ആയിപ്പോയി. കാരണം പെട്ടെന്ന് അങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ ഷോക്കാണ്, നമ്മൾ എവിടെ കൊണ്ടുപോയി അത് കാര്യങ്ങൾ ക്രമീകരിക്കും. എന്നാൽ കേട്ടപ്പോൾ വലിയ വിഷമം ഉണ്ടായെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടിയുള്ള ചില പ്രതിസന്ധികളാണ് അവിടെ രൂപപ്പെട്ടു വന്നത്. സ്തോത്രം. അങ്ങനെ അത് ചർച്ചയായി, ഡിസ്കഷനായി. അങ്ങനെ ഒടുവിൽ ആ പിതാവ്, ജീവിച്ചിരിക്കുന്ന മകൻ പറഞ്ഞു, ഞങ്ങൾ 17 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, ഇനി അവിടെ ആരെ അടക്കരുത്, നിങ്ങൾ എവിടെ കൊണ്ടുപോയി മറവ് ചെയ്താലും പ്രശ്നമില്ലെന്ന്. സ്തോത്രം. ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് 8 സെന്റ് സ്ഥലവും 8 സെല്ലും പണിയാൻ ദൈവം ഈ ടൗണിൽ തന്നെ, ഗുളിക്കട ടൗണിൽ തന്നെ ദൈവം ഭാഗ്യമൊരുക്കി. അപ്പം ഈ മേഖലയിലാണെങ്കിലും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടതുകൊണ്ട് ഈ വരണ്ട ദേശമെന്ന് നമുക്ക് തോന്നിയാലും ദൈവം വളരെ അത്ഭുതമായി ഇവിടുത്തെ മിനിസ്ട്രികൾ ചെയ്യാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്തോത്രം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ കർത്താവിന്റെ വേലയിൽ ഇത്രേ കാലമായിട്ട് ഞാനിവിടെ ആയിരിക്കുന്നത്. ഇതിനേക്കാൾ അംഗങ്ങളുള്ള സഭയിൽ ചെല്ലാനായിട്ടുള്ള അവസരങ്ങളൊക്കെ അവിടുത്തെ കമ്മിറ്റിക്കാർ വിളിച്ച് അന്വേഷിച്ചിട്ടും കർത്താവ് എൻ്റെ ഈ സഭയിൽ, ഞാൻ ആയിരിക്കുന്ന സഭയിൽ എൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഇന്നും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അട്ടപ്പാടിയിൽ ഞങ്ങൾ 10-15 ദേവദാസന്മാരുണ്ട്, മത്തായി പാസ്റ്റർ. അങ്ങനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ഐക്യതയോടും, ഞങ്ങളുടെ സ്നേഹവും ഐക്യതയും ഒക്കെ അറിയണമെങ്കിൽ ജോയ്സ് ആന്റിയോട് ചോദിച്ചാൽ മതി. ആന്റിയോട് മാത്രമല്ല, അവിടെ കടന്നു വന്ന ദൈവദാസന്മാര്, അവരോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് മറ്റൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ജാട പറയാനും ഹെഡ് വെയിറ്റ് എടുക്കാനും ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം അങ്ങനെയൊന്നും എടുക്കാനുള്ള സംഭവങ്ങൾ ആർക്കുമില്ല. ഞങ്ങൾ എല്ലാവരും വളരെ ഐക്യതയോടും
വളരെ സന്തോഷത്തോടും കൂട്ടായ്മയോടും ഒരു യോഗം കഴിഞ്ഞാൽ ഞങ്ങൾ ഇടിപിടിന്ന് പിരിഞ്ഞു പോകാറില്ല. ഞങ്ങൾ ഒത്തിരി സമയം ആശയങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒത്തിരി സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കാണുന്നവർക്ക് തന്നെ ഒരു സുഖമാണത് കാണുമ്പോൾ. അങ്ങനെ ദൈവസ്നേഹത്തിലും ദൈവിക സന്തോഷത്തിലും ഒക്കെയാണ് ഞങ്ങളിവിടെ കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിലും ദൈവസ്നേഹമുണ്ട്. ആത്മാവിന്റെ ആ എരിവ്, ഒരുമിച്ചുള്ള ഐക്യതയോട് കൂടിയുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ആ ഒരു ആ ആ ഒരു സന്തോഷം ഞങ്ങൾക്കിവിടെ ആ നിലയിൽ ലഭിക്കുന്നുണ്ട്. ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇവിടെ അല്പം പ്രയാസങ്ങളും ഭാരങ്ങളൊക്കെ ഉണ്ടായാലും നിത്യത ലഭിക്കുന്ന ഒരു വലിയ പ്രതിഫലം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്. സ്തോത്രം. ജയാന്റി ഒക്കെ ഇരിക്കുന്ന ചർച്ചിൽ ആ കുഞ്ഞുങ്ങളൊക്കെ എന്തോ റിസ്ക് എടുത്തിട്ടാണ് സ്കൂളിൽ പോകുന്നത് അറിയാം. വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഈ കാലഘട്ടങ്ങളിലും അത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവരെയൊക്കെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. വിശേഷാൽ ഈ അട്ടപ്പാടി ഈ കണ്ടിട്ടില്ലാത്തവർ, നിങ്ങൾ ഈ അട്ടപ്പാടിയിൽ പ്രിയ ജോയിസാനിയുടെ കൂടെ വരികയോ ആനോട് ചോദിച്ചൊക്കെ ഇവിടെ ഒന്ന് സന്ദർശിച്ചൊക്കെ പോയാൽ അതൊരു വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ബന്ധങ്ങളൊന്നും ഇല്ല ആരുമായിട്ട്. പുറത്തുള്ള ആളുകളുമായിട്ട് യാതൊരു ബന്ധങ്ങളും ആ നിലയിലില്ല. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ കിട്ടിയാൽ ഞങ്ങൾ പറയും, നിങ്ങൾ ഈ അട്ടപ്പാടി ദേശത്തേക്കൊക്കെ ഒന്ന് വരണം. ഞങ്ങളോട് ഒരുമിച്ചൊരു യോഗത്തിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്താൽ ഞങ്ങൾക്കൊരു വലിയ സന്തോഷമാണ്. സ്തോത്രം. ഞങ്ങൾ അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പ്രിയ ജോയിസ് ആന്റിയോട് കണ്ട മാത്രയിൽ ആന്റിയോട് പിണങ്ങുമെന്ന് പോലും ഇനി ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ കറങ്ങാതെ. ആന്റിക്ക് അവർക്ക് വത്സല്യ ദേവദാസിയുടെ പിതാവൊക്കെ മലബാറിൽ കർത്താവിന്റെ വേലയിൽ ദീർഘകാലം അധ്വാനിച്ച മാതാവാണ്. അതെനിക്കറിയില്ല, പിതാവാണ്, എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ കറങ്ങാതെ ഈ അട്ടപ്പാടിയിലേക്കൊക്കെ ഒന്ന് വരാൻ. എന്നാൽ ആന്റി വരാമെന്ന് പറഞ്ഞെങ്കിലും ഞാനൊർത്തു ഒരു യോഗത്തിൽ വന്നു ഒന്ന് ഫോർമാലിറ്റി ഒരു 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 ഒഴുക്കിനങ്ങ് പറഞ്ഞു വിട്ടതാന്ന് വിചാരിച്ചു. പക്ഷെ അത് അങ്ങനെ ഏറ്റെടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. സ്തോത്രം. അത് ഏറ്റെടുത്തുകൊണ്ട് വളരെ ദർശനത്തോടും ആത്മഭാരത്തോടും കൂടെ ഒരു 10-15 ആളുകൾ ഈ ദേശത്ത് വന്നു. അതാണ് ആമേൻ. സ്തോത്രം. ആ നിലപാടുകൾ, ആമേൻ, പറഞ്ഞ വാക്കുകളിലുള്ള വിശ്വസ്തത. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും ഈ ദേശത്തേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രവർത്തന മേഖലയൊക്കെ ഒന്ന് വന്ന് കണ്ട് കേട്ടൊക്കെ പോകുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മറ്റു ദേവദാസന്മാരോട് കേൾക്കുകയും നിങ്ങളുടെ സാമീപ്യവും സാന്നിധ്യവും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വചനം വായിച്ച് ചുരുങ്ങിയ ചില സമയം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു, ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം അവിടെ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവ് 29:11. ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട, എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വചനമാണ്. യെരുശലേമിൽ നിന്ന് വടക്കു മാറി ബെന്യാമീൻ ദേശത്തിലെ അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനാണ് യിരെമ്യാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അനാഥോത്തുകാരനായ യിരെമ്യാവ് ഒരു പുരോഹിതന്റെ മകനാണ്. ലേവ്യർക്ക് അവകാശമായി കൊടുത്ത ഒരു സ്ഥലമാണ് അനാഥോത്ത്. ഒരു ന്യായപ്രമാണത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഒരാത്മീക തലത്തിൽ വളർന്നു വരാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് യിരെമ്യാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഒരു ആത്മീക അന്തരീക്ഷത്തിലൊക്കെ വളർന്നു വരാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗ്യം യിരെമ്യാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം
ഒരു പുരോഹിതന്റെ മകനായി ജനിപ്പാൻ യിരെമ്യാവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. സ്തോത്രം. യിരെമ്യാവിനെ തന്റെ ചെറുപ്രായത്തിൽ തന്നെ വിളിക്കുമ്പോൾ യിരെമ്യാവ് ഒത്തിരി കിഴിവുകൾ പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് കഴിവില്ല. എന്നാൽ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. സ്തോത്രം. കഴിവില്ല എന്ന് പറഞ്ഞ യിരെമ്യാവിന്റെ വായെ തൊട്ടപ്പോൾ അല്പം മുമ്പ് വരെയില്ലാത്തൊരു ദൈവിക കൃപ യിരെമ്യാവിന്റെ മേൽ ദൈവം പകരുവാൻ ഇടയായി തീർന്നു. വിളി ആദ്യം എതിർത്തെങ്കിലും സ്തോത്രം, കർത്താവിന്റെ വിളിയെ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. മുഖം നോക്കാതെ ദൂതുകൾ പറഞ്ഞതിന്റെ പേരിൽ അനാഥോത്തിലെ സ്വന്തം പിതൃഭവനം തനിക്കെതിരായി നിന്നു. സ്തോത്രം. സ്വന്തക്കാർ തനിക്കെതിരായി മാറി. എന്നാലും ദൈവമേൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ആ എതിർപ്പുകൾ കണ്ട് യിരെമ്യാവ് ഒരടി പോലും പുറകോട്ട് പോയില്ല. സ്തോത്രം. പിതൃഭവനം തന്നെ ഉപദ്രവിച്ചെങ്കിൽ ആ രാജ്യം മുഴുവൻ തനിക്കെതിരെ നിന്നിട്ടും തന്നെ ഏൽപ്പിച്ച ആ ദൗത്യത്തിൽ നിന്ന് യിരെമ്യാവ് ഒരടി പോലും പുറകോട്ട് പോയില്ല. സ്തോത്രം. യിരെമ്യാവിനെ കുറിച്ച് പറയുന്നത് കരയുന്ന പ്രവാചകൻ എന്നാണ്. സ്തോത്രം. എന്റെ തല വെള്ളവും കണ്ണ് നീരുറവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് യിരെമ്യാവ് പറയുകയാണ്. സ്തോത്രം. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായിരുന്നു യിരെമ്യാവ്. യേശു ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരിയിലെത്തി ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? സ്തോത്രം. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, അവര് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, ചിലര് ഈ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, ചിലർ യിരെമ്യാവ് എന്ന് പറയുന്നു. സ്തോത്രം. അതെന്താ കാര്യം? യിരെമ്യാവ് എന്ന് പറയുന്നത്, യിരെമ്യാവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. വലിയ അത്ഭുത പ്രവൃത്തി, വീര്യപ്രവർത്തികൾ ചെയ്തവനായിട്ടൊന്നും യിരെമ്യാവിനെ കാണുന്നില്ല. യിരെമ്യാവിനെ കാണുന്നത് തൊട്ടുകൊള്ളുന്ന നിരവധി പ്രതികൂലത്തിന്റെ കനൽ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഭക്തനെയാണ് യിരെമ്യാവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, തനിക്കെതിരെ നിരവധി എതിർപ്പുകളും ഉപദ്രവങ്ങളും തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഉയരങ്ങളിലേക്ക് നോക്കി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു യിരെമ്യാവ്. ആ യിരെമ്യാവിന്റെ പേര് ജനം ആ കാലഘട്ടങ്ങളിൽ പറയണമെങ്കിൽ യിരെമ്യാവ് അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു. സ്തോത്രം. ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഏലിയാവ് നമുക്കറിയാം, വലിയ ദൈവപ്രവർത്തികൾ പ്രാർത്ഥനയിലൂടെ ചെയ്ത മനുഷ്യനാണ്. സ്നാപക യോഹന്നാൻ മുഖം നോക്കാതെ ദൂതുകൾ പറഞ്ഞ മനുഷ്യനാണ്. എന്നാൽ യിരെമ്യാവിന്റെ പേരും അവിടെ പറയണമെങ്കിൽ യിരെമ്യാവും അത്രമാത്രം ഹല്ലേലൂയ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നിരവധി എതിർപ്പുകളെല്ലാം തന്റെ ജീവിതത്തിൽ കടന്നു വന്ന് നമുക്കറിയാം എത്രയെല്ലാം വലിയ പ്രതിസന്ധികളിലൂടെയാണ് യിരെമ്യാവ് കടന്നുപോയത്. എന്നാൽ ആ പ്രതിസന്ധികളിലെല്ലാം താൻ തളർന്നു പോകുന്ന അവസ്ഥകൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. യിരെമ്യാവ് പ്രവചനം 19-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുന്നു, ഞാൻ സഹിച്ചു തളർന്നു, എനിക്ക് വയ്യാതെയായി. സ്തോത്രം. ഹല്ലേലൂയ. താൻ പറയുകയാണ്, താൻ സഹിച്ചു വയ്യാതെയായി. കാരണം ദൈവീക ദൂതുകൾ ഒരു വശത്ത് യിരെമ്യാവ് പറയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു ന്യായവിധി, ഒരു പ്രവാസ കാലഘട്ടമുണ്ട് എന്ന് പറയുമ്പോൾ മറുവശത്ത് അതിനെതിരെ കള്ളപ്രവാചകന്മാർ അണിനിരന്ന് പെട്ടെന്നൊരു വിടുതൽ ഉണ്ടാകുമെന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ യിരെമ്യാവ് ഒരു വശത്ത് മുഖം നോക്കാതെ, സ്വന്തക്കാരെന്ന് നോക്കാതെ, ബന്ധുക്കാരെന്ന് നോക്കാതെ, പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ നോക്കാതെ, മറ കൂടാതെ ദൈവത്തിന്റെ ആലോചനകൾ മുഖത്ത് നോക്കി പറഞ്ഞതിന്റെ പേരിൽ തന്നെ കിണറ്റിൽ ഇറക്കിയെങ്കിലും, കിണറ്റിൽ തന്നെ തള്ളിയിട്ടെങ്കിലും, സ്തോത്രം, ചുരുളുകൾ കത്തിച്ചു കളഞ്ഞെങ്കിലും, തന്നെ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയെങ്കിലും
ദൈവമേൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഒരടി പോലും യിരെമ്യാവ് പുറകോട്ട് പോയിട്ടില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രതികൂലങ്ങളിലെല്ലാം ദൈവ സന്നിധാനത്തിൽ ജനത്തിന്റെ തകർച്ചകളെ കണ്ട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചൊരു പ്രവാചകനായിരുന്നു യിരെമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ആമേൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഒരു കിണറിനും, ഒരു പൊട്ട കിണറിനും ആമേൻ ഹല്ലേലൂയ ദൈവമേൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നമ്മെ ആമേൻ മൂടിക്കളയുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. അത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയിട്ട് പ്രവാചകൻ പറയുകയാണ്, ഞാൻ സഹിച്ചു, തളർന്നു, എനിക്ക് വയ്യാതെയായി. പലപ്പോഴും ഞങ്ങളൊക്കെ അങ്ങനെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിൽ ആമേൻ, സ്തോത്രം, അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസവും പ്രാർത്ഥനയും കാണുന്നുണ്ട്. നമുക്കറിയാം, വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി ശൗലിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവാണ് അവിടെ അയച്ചതെങ്കിൽ ആമേൻ, പൗലോസിന്റെ തുടർന്നുള്ള യാത്രയിൽ നിരവധി പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും തന്റെ ഒന്നാമത്തെ മിഷണറി യാത്ര വലിയ പ്രതികൂലമായിരുന്നിട്ടും ആമേൻ, അങ്ങനത്തെ 2-3 മിഷണറി യാത്ര ചെയ്യാൻ തനിക്ക് കഴിഞ്ഞത്, തന്നെ പറഞ്ഞയച്ചത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മളായിരിക്കുന്ന മേഖലകളിൽ എത്രയെല്ലാം പ്രതിസന്ധി കടന്നു വന്നാലും നമ്മെ അയച്ചത് ഒരുവനാണെന്ന് ബോധ്യമുള്ളവൻ എത്ര കനൽ വഴികൾ താഴേണ്ടി വന്നാലും, എത്ര എതിർപ്പുകൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും, എത്ര പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നാലും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഉറപ്പുള്ളവൻ ഒരു പ്രതികൂലങ്ങളെ കണ്ട് പകച്ചു നിൽക്കത്തില്ല. അവിടെയും ഒരു വഴി തുറക്കുന്നത് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, യിരെമ്യാവ് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾക്ക് ഒരു പ്രവാസ കാലമുണ്ട്, ഒരു പ്രവാസ ജീവിതം നിങ്ങൾക്കുണ്ട്. അത് എളുപ്പം തീരത്തില്ല. ചില കാലഘട്ടങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഹനാനി പോലുള്ള കള്ളപ്രവാചകന്മാർ മറുവശത്തില്ല. നിങ്ങൾക്ക് വേഗത്തിൽ വിടുതലുണ്ടാകും. സ്തോത്രം. എന്നാൽ യിരെമ്യാവ് പറഞ്ഞു, ഇല്ല, ചില നീണ്ട വർഷങ്ങൾ, ചില 70 വർഷ കാലഘട്ടം നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആമേൻ, നമ്മൾ വായിച്ച വചനത്തിൽ കാണുന്നത് പോലെ പ്രവാചകൻ പറയണം, നിങ്ങൾക്കൊരു ശുഭഭാവിയുണ്ട്. ആ ശുഭഭാവി തെളിഞ്ഞു വരാൻ ആമേൻ ചില കാലങ്ങൾ നിങ്ങൾ കാത്തിരിക്കണം. ആമേൻ, ചില പ്രതികൂലങ്ങൾ നമ്മൾ കടന്നു പോകണം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, ജനം പ്രവാസത്തിൽ കടന്നുപോയി. സ്തോത്രം. ആ പ്രവാസ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അവർ ചിന്തിച്ചു. ഇനി ആമേൻ ഒരു പ്രത്യാശയ്ക്ക് വകയില്ല എന്ന് ചിന്തിച്ചു. ഇനി പ്രത്യാശയ്ക്ക് ആമേൻ ഒരു വക മുമ്പിൽ കാണുന്നില്ല എന്ന് ചിന്തിച്ചു. അവിടെയാണ് പ്രവാചകൻ പറയുന്നത്, ആമേൻ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി നിങ്ങൾക്കുണ്ട്. ആമേൻ. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ദൂത് ആ ജനത്തിനൊരു വിടുതലായി മാറിയിട്ടുണ്ട്. ഈ ദൂത് അവരുടെ പ്രത്യാശയ്ക്ക്, ആമേൻ ഹല്ലേലൂയ, ശുഭഭാവിക്ക്, ആമേൻ, ഇനി സർവ്വതും നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചവർക്ക് അത് പ്രത്യാശയുടെ ഒരു ദൂതായി മാറി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എല്ലാം അടഞ്ഞു എന്ന് ചിന്തിച്ച സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വന്നപ്പോഴും മറ്റൊരു വഴി തുറന്നു തന്ന ദൈവം, ആമേൻ ഹാലെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഭാവിയും അടച്ചു കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആമേൻ. ഒരു ശക്തിക്കും നമ്മുടെ ഭാവിയെ തകർക്കാൻ കഴിയത്തില്ല. ആമേൻ. ഒരു ശുഭഭാവി നിങ്ങളെ കുറിച്ചുണ്ട് എന്ന ദൈവത്തിന്റെ ആലോചനയാണെങ്കിൽ ഒരു പൊട്ടക്കിണറിനും കാരാഗ്രഹത്തിനും നമ്മുടെ ശുഭഭാവിയെ തകർത്തെറിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു സൻബല്ലത്തിന്, തോബിയാവിനും നമ്മുടെ ഭാവിയെ തകർക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഭാവിക്കെതിരെ വെല്ലുവിളികളുണ്ട്. നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ ഒരു വെല്ലുവിളികളുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് വെല്ലുവിളികളുണ്ട്. ഒരു ജോലി മേഖലയിൽ നമുക്ക് വെല്ലുവിളികളുണ്ട്. എന്നാൽ ആ വെല്ലുവിളിയൊക്കെ തരണം ചെയ്യാൻ നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനായ ഒരു ദൈവം കൂടെയുണ്ട്. മാറായെ മധുരമാക്കി തീർക്കുമാവൻ, മാറായെ മധുരമാക്കി തീർക്കുമാവൻ,
പാറയെ പിളർന്നു ദാഹം പോക്കുമാവൻ. പാറയെ പിളർന്നു ദാഹം പോക്കുമാവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതരെന്നെ കടന്നുപോയി. സംഹാരദൂതരെന്നെ കടന്നുപോയി. ഹല്ലേലൂയ. ജീവിതത്തിൽ എത്രയെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ദൈവത്തിന്റെ ഒരു ആലോചന, നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആലോചനയാണെങ്കിൽ ആ ശുഭഭാവിക്കെതിരെ ആമേൻ ഏത് സാമ്രാജ്യ ശക്തികൾ നിങ്ങളെ ആമേൻ അടക്കി വാണാലും ദൈവം വെച്ചിരിക്കുന്ന ഒരു ദിവസത്തിൽ ആമേൻ ഹല്ലേലൂയ ആ സാമ്രാജ്യ ശക്തികളുടെ പദ്ധതികളെ തകർത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഫറവോന് ശക്തിയുടെ ആമേൻ പദ്ധതികളെ തകർത്തുകൊണ്ട് ഒരു പുറപ്പാട് തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒരു ശുഭഭാവി ഇസ്രായേൽ ജനത്തെ കുറിച്ചുണ്ടെങ്കിൽ ഒരു ഫറവോന്റെ കഠിന ഹൃദയത്തിനും ആമേൻ ജനത്തെ അവിടെ അടക്കി വെക്കാൻ കഴിയത്തില്ല. അവർക്കൊരു ശുഭഭാവി ദൈവം കൽപ്പിച്ചതാണെങ്കിൽ ഹല്ലേലൂയ ഏത് വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. സ്തോത്രം. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അതൊന്നും തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്നറിയുന്നു. സ്തോത്രം. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധികൾ, ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒന്ന് തിന്മയ്ക്കല്ല, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി വെളിപ്പെട്ടു വരാൻ വേണ്ടിയിട്ടാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഈ ദൂത് യിരെമ്യാ പ്രവാചകൻ അവിടെ അറിയിക്കുമ്പോൾ അവിടെ ജീവിതത്തിൽ വലിയ പ്രത്യാശ ഉണ്ടായിട്ടുണ്ടാകും. ആമേൻ. തൊട്ട് താഴെയുള്ള വചനങ്ങൾ 29:5 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പ്രവാസികളായി ബാബേലിലായിരിക്കുമ്പോൾ നിങ്ങൾ വീടുകളെ പണിയണം. സ്തോത്രം. ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കും, ഈ പ്രവാസ കാലം കൊണ്ട്, ഈ പ്രവാസ ജീവിതം കൊണ്ട് നമ്മുടെ ഭാവി അടയാൻ പോവുകയാണ്. ആമേൻ. പ്രവാചകൻ പറയുന്നു, ഇല്ല, നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ട്. ആമേൻ. നീണ്ട വർഷക്കാലം ഇവിടെ കാത്തിരിക്കേണ്ടി വരാം, പക്ഷേ നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ട്. അവിടെ നമുക്ക് കാണാൻ വേണ്ടി 29:5 നിങ്ങൾ വീടുകളെ പണിയണം. നിങ്ങൾ അന്യ രാജ്യത്താണെങ്കിലും എല്ലാം നഷ്ടമായി, ഇനി ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞ് ഒതുങ്ങാനല്ല, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലും ചിലത് നിങ്ങളിലൂടെ പണിതെടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രതികൂലങ്ങളിൽ നമ്മൾ ഒതുങ്ങിയിരിക്കാനല്ല, ആ പ്രതിസന്ധിയിലും ചില ദൈവിക പ്രവർത്തികൾ നടക്കേണ്ടിയിരിക്കുകയാണ്. പ്രതികൂല കാലഘട്ടങ്ങളിൽ നിങ്ങൾ വീടുകളെ പണിയണം. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചെന്നല്ല, ആമേൻ. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലും ചില പണികൾ എന്നിലൂടെ ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും ഇനി ഒരു സാധ്യതയില്ല എന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയിലും നമ്മളിലൂടെ ചിലതൊക്കെ പണിതെടുക്കാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രതിസന്ധികളിൽ സ്തംഭിച്ചിരിക്കുന്നെങ്കിൽ ദൈവാത്മാവി വചനത്തിലൂടെ പറയുന്നത്, ചില പണികൾ ഇതിനിടയിൽ നടത്തപ്പെടണം. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുകൊണ്ട് ബാബേലിന്റെ പ്രവാസ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒതുങ്ങിയിരിക്കാനല്ല, നിങ്ങൾ വീടുകളെ പണിയണം. സ്തോത്രം. നിങ്ങളെ തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിക്കണം. ചുരുക്കം പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, ആ പ്രതികൂലങ്ങളിൽ നമ്മൾ ഒതുങ്ങാനല്ല, ആ പ്രതിസന്ധികളിലും ചിലത് നമ്മളിലൂടെ ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ വീടുകളെ പണിയണം. നിങ്ങളുടെ പ്രവാസകാലം കൊണ്ടെല്ലാം തീർന്നു എന്ന് ചിന്തിച്ചിരിക്കരുത്. നിങ്ങളുടെ ശുഭഭാവി തീർന്നു എന്ന് ചിന്തിച്ചിരിക്കരുത്. ഞങ്ങളൊക്കെ അട്ടപ്പാടിയിലായിരിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. എന്താ പറഞ്ഞു പഠിപ്പിക്കുന്നു ചോദിച്ചോ, മക്കൾ എത്രയായി? 9-ലെത്തി. +2 കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കും?
+2 കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും, ഒരു കോഴ്സ് പഠിപ്പിക്കും? പലരും പറഞ്ഞു. ഒരു കല്യാണത്തിന് ആശംസയ്ക്ക് അവസരം തന്നപ്പം പാസ്റ്റർ സനോജ് TP, ഞാൻ അതും വയനാട് ചെന്നപ്പോഴാണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു സനോജ് TP അട്ടപ്പാടി എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ അട്ടപ്പാടി എഴുതണ്ട, നമുക്ക് പാലക്കാട് എഴുതാമെന്ന്. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ എഴുതിക്കൊള്ളാം. ഞങ്ങളുടെ ഇവിടെ പാസ്റ്റർമാരുടെ പേരിനൊപ്പം അട്ടപ്പാടി വെക്കാൻ പോസ്റ്റർ അടിക്കാൻ പോലും ലജ്ജയുള്ള ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് എവിടെ ചെന്നാലും പാലക്കാട് വെക്കാൻ പറയാറില്ല, അട്ടപ്പാടി തന്നെ വെച്ചോളാൻ മതി. അതൊരു, നമുക്കറിയാം, എന്ത് പണിഷ്മെന്റ് ഉണ്ടായാലും ആദ്യം ട്രാൻസ്ഫർ ടു അട്ടപ്പാടി. ഞങ്ങൾക്കറിയാം മറ്റു പല പ്രസ്ഥാനങ്ങളും കൂടെ ഉണ്ട്. വലിയ വലിയ സഭകളിലേക്ക് ഇരിക്കാൻ അർഹരായവരെ എന്തോ നിസ്സാര പേരിൽ കമ്മിറ്റിക്കാർ നേരെ അട്ടപ്പാടിക്ക് ഇടുകയാണ്, ട്രാൻസ്ഫർ അട്ടപ്പാടി. ഇതൊരു പണിഷ്മെന്റ് ഏരിയ അല്ല. ഞങ്ങൾക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. ആളുകൾ ആ നിലയിൽ ചിന്തിച്ചാലും, ഞങ്ങളുടെ ആളുകൾ ചോദിക്കാറുണ്ട്, എത്ര തവണ ചോദിക്കാറുണ്ട്, അട്ടപ്പാടി കൊണ്ട് ഒതുങ്ങാനാണ് ഉദ്ദേശം? ഇത് കേട്ട് കേട്ട് മടുത്തു. നിങ്ങൾ താഴ്വരയിലേക്ക് ഇറങ്ങുക. അപ്പൊ താഴ്വരയിലേക്ക് ഇറങ്ങിയ ഇപ്പൊ ഇവിടെ ആരാ ഉള്ളത്? താഴ്വരയിലേക്ക് ഇറങ്ങാൻ സമയമാകും ഇറങ്ങും. സ്തോത്രം. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഈ അട്ടപ്പാടി കൊണ്ട് ഒതുങ്ങുകയാണോ? നിങ്ങൾക്ക് മിനിസ്ട്രിക്കൊന്നും അവസരമില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ശക്തമായിട്ട് ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദൈവദാസൻ എന്നെ ഒരിക്കലും പരിചയപ്പെട്ടിട്ടില്ല. എന്നെ കുറിച്ച് ആ ദൈവദാസൻ അറിയത്തുമില്ല, മുൻപരിചയമില്ല. കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അട്ടപ്പാടിയിൽ ഒരു കൺവെൻഷൻ വെക്കണം. അപ്പൊ 1 വർഷം മുമ്പേ വിളിക്കുകയാണ്. ജോയ്സ് എനിക്കറിയാം, അത് ജെഫി പാസ്റ്ററാണ്. ആ പെണ്ണോട് പറഞ്ഞു, നമുക്കൊരു 3 ദിവസത്തെ കൺവെൻഷൻ, രാവിലെയും വൈകിട്ടും 3 സെക്ഷൻ. രാവിലെ തുടങ്ങിയാൽ ഉച്ച വരെ, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പിന്നെ വൈകിട്ട്. അത് നമുക്ക് ലൈവ് ഒക്കെ ഉണ്ടാകണം, നല്ലൊരു ഒരു ഓഡിറ്റോറിയം എടുക്കണം. ഞാനത് അത്ര എനിക്ക് വിശ്വാസം എടുത്ത് തോന്നില്ല. അങ്ങനെ ആരും വിളിച്ച് പറയാറില്ല. ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പറയാണ്. ചുരുക്കം പറഞ്ഞാൽ 2 ലക്ഷം രൂപ അദ്ദേഹം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ എൻ്റെ സഭയിൽ പറയും, ഞാൻ ഈ ദേവദാസനെ കണ്ടിട്ടില്ല. ഈ ദേവദാസൻ എന്നാ വിശ്വസിച്ചാണ് ഒന്നും അറിയാൻ പാടില്ലാത്ത നമ്മൾ ഈ കാര്യം ഏൽപ്പിക്കുന്നത്. ഞാൻ സഭയിൽ പറഞ്ഞു, 1 രൂപയോട് പോലും ഒരു പെശക് വന്ന് ഞങ്ങൾ പിണങ്ങാൻ ഇത് സംഭവം ഉണ്ടാകരുത്. അതുകൊണ്ട് ഇത് വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യാൻ. അദ്ദേഹം അമേരിക്കയിലാണുള്ളത്. സ്തോത്രം. വല്ലാത്ത, ഞാൻ സഭയിൽ പറയുമായിരുന്നു. ഏതായാലും അനുഗ്രഹിക്കപ്പെട്ടെന്നില്ല, കൺവെൻഷൻ നടത്തി. ഇന്ന് 2-3 വർഷക്കാലമായി ആ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രിയ ജോയ്സ് ആൻഡ് ഞങ്ങൾ ഒരുമിച്ച് ഒരു പരസ്യത്തിൽ അങ്കമാലിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ജോയ്സ് ആൻഡിനെ കാണുന്നത്. അപ്പോൾ ഓർത്തെ, ഞങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ പോയി പ്രസംഗിക്കാറുണ്ട്. വലിയ പ്രസംഗകരൊന്നുമില്ല, സ്തോത്രം. പരസ്യങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ അവസരം. അപ്പോൾ കോട്ടയത്തു നിന്നും വൈക്കത്തു നിന്നും ഒക്കെ ഞങ്ങളുടെ സഹവൃത്യന്മാർ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ അവസരം? ഞങ്ങൾക്ക് പോലും ഇല്ല, എത്ര തിരക്ക്. നിങ്ങൾ അട്ടപ്പാടി കിടക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ എത്ര ഇന്നും മീറ്റിംഗ്? സ്തോത്രം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞങ്ങൾ അങ്ങ് അട്ടപ്പാടിയിൽ കാട്ടിലാണെങ്കിലും ഞങ്ങളെ പുറത്തിറക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ പുറത്തിറക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അതുകൊണ്ട് നാളെ ഞാൻ പുറത്തിറങ്ങിയതൊന്നും അല്ല പറയുന്നത്. ഞാൻ 18 വർഷമായി ഈ അട്ടപ്പാടി തന്നെ ഉണ്ട്. സ്തോത്രം. എന്നോട് എത്രയോ ആളുകൾ ചോദിക്കാറുണ്ട്, മറ്റ് ഒന്നും കണ്ടിട്ടാണെങ്കിൽ ഈ അട്ടപ്പാടി ഇന്ന് ഞാൻ ഇരിക്കുന്ന സഭയിൽ നിന്നും ഒരു മനുഷ്യനെ ഇരിക്കത്തില്ല. ജയാന്റിക്കൊക്കെ അറിയാം. സ്തോത്രം. ഞങ്ങളൊന്നും ഇരിക്കത്തില്ല. എന്നാൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാണെന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഭാവി അടയുകയാണ് അട്ടപ്പാടി നിന്ന എന്ന ആളുകൾ പറയുമ്പോഴും നമ്മൾ അവരിലേക്കല്ല നോക്കുന്നത്, ദൈവത്തിലേക്കാണ് നോക്കുന്നത്. എന്നാൽ പറയട്ടെ, നാട്ടിലേക്ക് പോയി എന്ന് പറയുന്നത് ഞങ്ങളുടെ പല സുഹൃത്തുക്കൾക്കും ഇല്ലാത്തതിനേക്കാൾ കുറച്ച് തിരക്കൊക്കെ ദൈവം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നു തുടങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ശുഭഭാവി. ഇനി നിങ്ങൾ എങ്ങനെ മക്കളെ പഠിപ്പിക്കും, ഇനി എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകും എന്നൊക്കെ ഞങ്ങളെ ആളുകൾ നോക്കി വെല്ലുവിളിക്കാറുണ്ട്, ആളുകൾ പറയാറുണ്ട്.
എന്നാൽ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് അമേ ഞങ്ങളുടെ ഈ ലോകത്തിലെ അമേ ശുശ്രൂഷയുടെ ഭാവി ഒന്നും ഈ അട്ടപ്പാടി കൊണ്ട് അടഞ്ഞു പോകില്ല എന്ന തികഞ്ഞ ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. നമ്മൾ വായിച്ച വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ട്, പക്ഷെ നിങ്ങളിപ്പോൾ പ്രവാസത്തിലാണ്. നിങ്ങളുടെ ഭാവി അടഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങൾ വീടുകളെ പണിയണം, തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലം അനുഭവിക്കണം. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. അന്യദേശത്ത് കരഞ്ഞു നിലവിളിച്ചിരിക്കുന്ന ഒരു ജനത്തെയല്ല കാണേണ്ടത്. അന്യദേശത്ത് നിങ്ങൾ ഒരു നല്ല പ്രവാസികളായിട്ട് ജീവിക്കണം. സ്തോത്രം. ഇത് പറയുമ്പോൾ നമ്മൾ വായിച്ച വചനം മറക്കരുത്. ഒരു പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങളിപ്പോ പ്രവാസത്തിലാണ്. ആ പ്രവാസത്തിലായിരിക്കുമ്പോൾ നല്ല വീടുകൾ നിങ്ങൾ പണിയണം, തോട്ടങ്ങൾ ഉണ്ടാക്കണം, പട്ടണത്തിൽ നന്മയുണ്ടാകണം, അതിന് ഫലമുണ്ടാകണം. അന്യദേശത്ത് നിങ്ങൾ ഒരു നല്ല പ്രവാസികളായി കഴിയണം. സ്തോത്രം. ഒടുവിൽ ഈ ദൂത് നിറവേറുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ഒത്തിരി പുത്രന്മാർ ജനിക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ശുഭഭാവിയോടുകൂടെ നിങ്ങളുടെ സ്വദേശത്ത് പോകുമ്പോൾ ഒന്നും രണ്ട് ജനമായിട്ടല്ല, നിങ്ങൾ തലമുറകളായി ഒരു വലിയ ജനമായി സന്തോഷത്തോടെ കൂടെ ഈ പ്രവാസം കഴിഞ്ഞ് നിങ്ങളെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നത് കാണാൻ ഉയരത്തിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാവി തകർക്കാനല്ല ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഒരല്പകാലം ഒരു പണിഷ്മെന്റ് പോലെ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ ഇവിടെ നിന്ന് തിരികെ പോകുന്നത് മറ്റുള്ളവർ നോക്കുമ്പോൾ ഭാവി അടഞ്ഞവരായിട്ടല്ല, നിങ്ങൾ ഒരു ജനാവലിയായി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പ്രത്യാശയോടെ ഇവിടെ നിന്ന് നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് പറയുകയാണ്, ആ പിതാവായ ദൈവം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ദേശത്തായിരിക്കുമ്പോൾ ദുഃഖിച്ചിരിക്കുന്നവരായിട്ടല്ല, നിങ്ങളിലൂടെ ഒരു ദൈവപ്രവൃത്തി ഈ പ്രവാസ കാലഘട്ടങ്ങളിലും ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ കൂടെ ഉപസംഹരിക്കുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. നിങ്ങൾ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരും. സ്തോത്രം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരെ കുറിച്ചുള്ള ഒരു ദൈവിക ദൂതുകളെ അത് അക്ഷരം പ്രതി നിറവേറുവാനിടയായി തീർന്നു. സ്തോത്രം. ഈ ശുഭഭാവിക്കെതിരെ ബാബിലോണ് ശക്തി വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാബിലോണിയ ശക്തിയെ ക്ഷയിപ്പിച്ചുകൊണ്ട് സ്തോത്രം, ആ ബാബിലോണിയ സാമ്രാജ്യ ശക്തിയെ ക്ഷയിപ്പിച്ചുകൊണ്ട് തന്റെ ജനത്തിന് ഒരു ശുഭഭാവി ഒരുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നമുക്കൊരു ശുഭഭാവി ഉണ്ട്. ഈ ഭൂമിയിലല്ല, ഒരു നിത്യ രാജ്യത്തിലേക്ക് വേണ്ടിയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിത്യ രാജ്യത്തിലേക്ക് ഒരു നിത്യ ജീവിതത്തിലേക്ക് ഒരു ശുഭഭാവി നമുക്കുണ്ട്. ആ ശുഭഭാവിക്കെതിരെ ഇവിടെ നമുക്ക് ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ ആ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ട് സ്തോത്രം, ആ പ്രതികൂലങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് വരാറായി. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ ലോകത്തിൽ എന്തെല്ലാം നിന്ദകൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം വൈഷമ്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, ഞങ്ങൾക്കൊരു ഭാവിയുണ്ട്. അത് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. യുഗായുഗം ഞങ്ങളുടെ പ്രാണപ്രിയനോട് ഒരുമിച്ചുള്ളൊരു വാസം, ഒരു ഭാവിയുള്ളവരാണ്. ആരാന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ മാത്രമാണ്, നമ്മൾ മാത്രമാണ്. ഹല്ലേലൂയ. നമുക്കൊരു ഒരു ശുഭഭാവി കർത്താവ് ഒരുക്കുന്നു. നമുക്കൊരു ഭവനം കർത്താവ് ഒരുക്കുന്നു. ആ ഭവനത്തിലേക്ക് നമ്മളെ ചേർക്കുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രതികൂലത്തിന്റെ കാലഘട്ടത്തിലും ഈ ഭൂമിയിൽ നാം ഒരു പ്രവാസ ജീവിതമാണ്. നമ്മൾ ഹല്ലേലൂയ ഒരു പരദേശവാസികളാണ് നമ്മൾ ഇവിടെ. ഈ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഒരു നിത്യമായ ശുഭഭാവിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ എന്തെല്ലാം വൈഷമ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും നമുക്കൊരു ഉറപ്പുണ്ട്, ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. ഇസ്രായേൽ ജനത്തിന് ഉറപ്പുണ്ട്, ഈ പ്രവാസകാലം താൽക്കാലികമാണ്. ഞങ്ങൾക്കൊരു ശുഭഭാവിയുണ്ട്. ഈ പ്രവാസ കാലഘട്ടത്തിലും ഞങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടവരല്ല, ഞങ്ങൾ പ്രത്യാശയുടെ വാക്കുകൾ പറയേണ്ടവരാണ്, നല്ല വീടുകൾ പണിയേണ്ടവരാണ്.
ഹല്ലേലൂയ, പ്രതികൂലത്തിലും ചില ദൈവപ്രവൃത്തികൾ ഞങ്ങളിലൂടെ ചെയ്തെടുക്കേണ്ടവരാണ്. അങ്ങനെയെങ്കിൽ നമ്മളും ഇവിടെ ഒരു പ്രവാസത്തിലാണ്. സ്തോത്രം. ഈ പ്രവാസ കാലഘട്ടം ആമേൻ എന്തെല്ലാം വൈഷമ്യങ്ങൾ ഉണ്ടെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നവരായിട്ടല്ല, പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു ആത്മാവിൽ എരിവുള്ളവരായി ഞങ്ങൾക്കൊരു ശുഭഭാവിയുണ്ട് നാട് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. സർവകൃപാലുമായ ദൈവം നമ്മെല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രിയ, ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ജോയ്സ് ആന്റിയോട് വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എന്റെ വൈഫിന്റെ പേര് മെഫി, 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. മൂത്തത് ഇനി 9ാം ക്ലാസ്സിലേക്ക് സ്റ്റെഫാനിയ, മോന് ഇനി 4ാം ക്ലാസ്സിലേക്ക് സ്റ്റെനസ്. എന്റെ വൈഫിന്റെ വീട് തൃശ്ശൂരാണ്. ഞങ്ങളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസന്റെ ഏറ്റവും അനുഗ്രഹീതമായ ജീവിതത്തിന്റെ അനുഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ജയ സിസ്റ്ററെ, ജയ സ്തോത്രം. 1 മിനിറ്റ്. അന്ന് 21 മുതൽ അവിടെ ഒരു VBS നടന്നായിരുന്നു. ജയ സിസ്റ്ററുടെ ഒക്കെ ഇതിലാണ്. അട്ടപ്പാടിയുടെ ഏറ്റവും അങ്ങേ അറ്റത്ത് കാട്ടിനകത്താണ് അവർ പാർക്കുന്നത്. അവര് സനോജ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ 3 കൊച്ചു കുഞ്ഞുങ്ങൾ 3 പേരാണ് അവർക്കുള്ളത്. അവിടെ ആ അനുഭവങ്ങൾ 1-2 മിനിറ്റ് കൊണ്ടൊന്ന് പറയാവോ? VBS അനുഗ്രഹമായിരുന്നോ എന്ന്? ആന്റി, പ്രൈസ് ലോർഡ്. ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം 3 ദിവസം VBS നടത്തുവാനൊക്കെയായിട്ട് ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങൾ അനവധി പേര് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ തന്നെയാണ് നടത്തപ്പെട്ടത്. സനോജ് പാസ്റ്റർ ഒന്നും ഇവിടെ ഉണ്ടായില്ല സമയത്ത്, എങ്കിലും മറ്റുള്ള ദേവദാസന്മാരുടെ സഹകരണം ഒക്കെ ഉണ്ടായിരുന്നു. സനോജ് പാസ്റ്റർ അമ്മയ്ക്കാണെങ്കിലും പിന്നെ പ്രിയ ദേവദാസിയുടെ അമ്മയും ചില ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരുന്നെങ്കിൽ അവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. അവരെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ലീഡ് ചെയ്യുവാനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും വരുവാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റു ദേവദാസന്മാർ കടന്നു വന്ന ഒരു ടീം കടന്നു വന്ന് ചെയ്യുന്നതിലുപരിയായി VBS ഭംഗിയായിട്ട് ഞങ്ങൾക്ക് സഭയായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളെ സഹായിച്ചു. കൂടാതെ ഞങ്ങളുടെ VBS-ല് ആദ്യത്തെ വർഷം VBS നടത്തിയപ്പോൾ ഒരു കുട്ടി, ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഒരു കുട്ടി കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ കുട്ടിയുടെ അച്ഛൻ അത് മനസ്സിലാക്കി അവനെ അവന്റെ അമ്മ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ടുള്ള VBS-ല് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പെൺകുട്ടികള് സൺഡേ സ്കൂളിന് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവരിപ്പോഴും സൺഡേ സ്കൂളിന് കടന്നു വരുന്നുണ്ട്. ഈ VBS കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ VBS-ന്റെ ഫലമായിട്ട് കുട്ടികൾ ഇവിടെ കടന്നു വരണം, സൺഡേ സ്കൂൾ പഠിക്കാനായിട്ട് കടന്നു വരുവാണ്. സനോജ് പാസ്റ്റർ പറഞ്ഞ പോലെ ഇത്തിരി പാടുള്ള മേഖലയാണ്. ഞങ്ങളുടെ ചർച്ചകൾ എന്ന് പറയുന്നത് ഇച്ചിരി ഉള്ളിയിട്ടൊക്കെ കയറിയാണ്. മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സെക്ടറൊക്കെ ഇട്ടാണ് പോകുന്നത്. എങ്കിലും ദൈവം ഞങ്ങളെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നത് കൊണ്ട് അട്ടപ്പാടി ദേശത്ത് ഞങ്ങൾക്ക് നിലനിന്ന് പോകുവാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അട്ടപ്പാടി ദേശത്തുള്ള എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടി ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. താങ്ക് യു ആന്റി.